നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരെ മറ്റുള്ളവരുമായിട്ടും പ്രത്യേകിച്ച് അവരുടെ സിബ്ലിങ്സുമായിട്ടും കമ്പയർ ചെയ്യരുത്. എല്ലാ കുട്ടികളും ഒരേപോലെ അല്ല. നീ അവളെ കണ്ട് പഠിക്കുക അല്ലെങ്കിൽ അവനെ കണ്ട് പഠിക്കുക, നിൻ്റെ ക്ലാസ്സിലല്ലേ ആ കുട്ടി എന്നുള്ള രീതിയിൽ അവരൊരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. അവരെടുത്ത് പറയാൻ പാടില്ല എന്നുള്ള മാത്രമല്ല, മറ്റുള്ളവരോട് അങ്ങനെയുള്ള സംഭാഷണങ്ങൾ നടത്തുന്നത് കുട്ടി കേൾക്കാനും പാടില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറയാം, മൂത്തവൾ ഇങ്ങനെ വേഗം ഇരുന്ന് എഴുതുമായിരുന്നു, ഇവളെ കൊണ്ടാണ് പ്രശ്നം, ആ രീതിയിലൊക്കെ പറയാം. അതൊന്നും നമ്മൾ ആ ഒരു കമ്പാരിസൺ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ ഷൗട്ട് ചെയ്യാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും പാടില്ല. ഇപ്പോൾ വന്ന് എഴുതിക്കോ, അല്ലെങ്കിൽ ഞാൻ അടിച്ച് ശരിയാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ വന്ന് ഷൗട്ട് ചെയ്ത് വിളിച്ച് പറയുക, അങ്ങനെ ആ രീതിയിലൊന്നും കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതുപോലെ അടി ഇടി പോലത്തെ പണിഷ്മെൻറ്റ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കുട്ടികൾക്ക് വേണ്ട. അവരെ പുകഴ്ത്തുകയും അവർ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും അക്നോളേജ് ചെയ്യുകയൊക്കെയാണ് വേണ്ടത്. അടിച്ചും തല്ലിയും അങ്ങനെ ആ രീതിയിൽ കുട്ടികളെ മാറ്റിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് റോങ് ആണ്. പാടില്ലാത്തൊരു കാര്യമാണ്. അവരെ മടിയനാണ്, മടിച്ചിയാണ്, ആ രീതിയിലൊന്നും വിളിക്കരുത്. അങ്ങനെ പറയുമ്പോഴത്തേക്കും അവർക്ക് തന്നെ അവരുടെ കോൺഫിഡൻസ് അങ്ങ് പോകും. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ ഹോംവർക്ക് ചെയ്ത് കൊടുക്കുക, അതും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവർ ഹോംവർക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഭവിഷ്യത്ത് എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അവർ ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ട, വിടുക. അവർ നമ്മളെത്ര നിർബന്ധിച്ച് നമ്മൾ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് അവർ ചെയ്യുന്നില്ലെങ്കിൽ അവർ ചെയ്യാതെ പോട്ടെ. സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ എന്താണ് ഉണ്ടാവുന്നതെന്ന് അറിയുമ്പോൾ അവർ റെസ്പോൺസിബിലിറ്റി അങ്ങനെയാണ് പഠിക്കുന്നത്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം നമ്മളവിടെ ഇതാക്കണം. അതുപോലെ ഷൗട്ട് ചെയ്യുകയും നമ്മൾ വഴക്ക് പറയുക അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് പോവുകയാണ് ചെയ്യുന്നത്. ഞാനൊന്നിനും കൊള്ളാത്ത ഒരാളെ, അപ്പോൾ ലേസി എന്നൊക്കെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ, മടിയനാണ് മടിച്ചിയാണെന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ അവരുടെ കോൺഫിഡൻസ് പോകും. അപ്പോൾ അങ്ങനെ കോൺഫിഡൻസ് പോയാലും അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് ലൈഫ് ലോങ് പഠിത്തത്തിനോടുള്ള താല്പര്യം തന്നെ കുറഞ്ഞു പോകും.